المدرسة الربانية كونوا ربانيين. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുല് ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നല്ല തൗഫീക്ക് നൽകട്ടെ. ഷെയ്ഖ് സാലിം അത്വയിൽ ഹഫിദഹുല്ലാ ഔനുൽ ഗഫാർ എന്ന ഈ ഗ്രന്ഥത്തിലൂടെ ഒരു മുസ്ലിം അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. അതിൽ ഒന്നാമതായി, ഒരു മനുഷ്യനെ ഖബറിൽ കൊണ്ടുവച്ചാൽ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം മൻ റബ്ബുക എന്ന ചോദ്യമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 15ഓളം ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങളും വിശദീകരിക്കുകയുണ്ടായി. അതിനുശേഷം രണ്ടാമത്തെ ചോദ്യമായ മൻ നബിയുക, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. ഖബറിൽ വെക്കപ്പെട്ടാൽ രണ്ടാമത് ചോദിക്കുന്നതാണ്, ആരാണ് നിന്റെ നബി? അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുക എന്നുള്ളത് ഓരോ മനുഷ്യനും അനിവാര്യമായ കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായി ഒരാൾ അറിഞ്ഞിരിക്കേണ്ട ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതിൻ്റെ വിശദീകരണവുമാണ് മുസന്നിഫ് നൽകുന്നത്. അതിൽ ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് 20ാമത്തെ ചോദ്യമാണ്. അസ്സുആലുൽ 20 മതാ വുലിദ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അയ്യി ബലദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴാണ് ജനിച്ചത്, ഏത് നാട്ടിലാണ് ജനിച്ചത്? ഇതാണ് അതിനുള്ള ഉത്തരം. ഫി ആമിൽ ഫീലി ബിമക്കത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് ആമുൽ ഫീലിലാണ്. ജനിച്ച സ്ഥലം മക്കയാണ്. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് മുസന്നിഫ് റഹ്മഹുല്ലാഹ് പറയുന്നു, ഹഫിളഹുല്ലാഹ് പറയുന്നു, വലദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി മക്കത ഫി യൗമിൽ ഇത്നൈനി മിൻ ആമിൽ ഫീൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലാണ് ജനിച്ചത്. ഒരു തിങ്കളാഴ്ച ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. അത് ആമുൽ ഫീലിലാണ്. ആമുൽ ഫീൽ എന്ന് പറഞ്ഞാൽ കഅബയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അബ്രഹത്ത് ആന സൈന്യവുമായി വരികയും അങ്ങനെ ഉണ്ടായ ചില സംഭവ വികാസങ്ങൾക്കാണ് ആമുൽ ഫീൽ എന്നറിയപ്പെടുന്നത്, ആനക്കലഹ വർഷം. അപ്പോൾ സ്വാഭാവികമായി അങ്ങനെ അറിയപ്പെട്ട ഏതെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യും ആളുകൾ വർഷം എണ്ണലുണ്ട്. അതുകൊണ്ട് അതിനുശേഷമുള്ള കാര്യങ്ങൾ, സംഭവങ്ങളെ ആമുൽ ഫീലിന് ശേഷം, ആമുൽ ഫീൽ 1ാം വർഷം 2ാം വർഷം അങ്ങനെ എണ്ണുമായിരുന്നു. അതുകൊണ്ടാണ് ആമുൽ ഫീൽ നടന്ന അതേ വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തത്, ജനിച്ചത്. അതിൻ്റെ കറക്റ്റ് ദിവസവും മറ്റുമെല്ലാം ചില ഉലമാക്കൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണെങ്കിലും ആ വർഷത്തിലാണ് ജനിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അഭിപ്രായം. വനഷ യതീമൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർന്നത് യതീമായിട്ടാണ്, അനാഥനായിട്ടാണ്. ഫഖദ് മാത വാലിദുഹു അബ്ദുല്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുല്ലാഹ് മരണപ്പെട്ടു. ഏതവസ്ഥയിലാണ്? വൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹംലുൻ ഫീ ബത്നി ഉമ്മി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതാവിൻ്റെ
വയറ്റിൽ ഗർഭത്തിലായിരിക്കെ, ഹംലിലായിരിക്കെ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് മരണപ്പെടുന്നത്. വിഷയത്തില് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഉലമാക്കൾക്ക്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം, വഖ്തുലിഫ ഫീ വഫാത്തി അബീഹി അബ്ദുല്ലാഹ്, വഫാത്തി അബീഹി അബ്ദുല്ലാഹ്, പിതാവ് അബ്ദുള്ളയുടെ മരണത്തെ സംബന്ധിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഹൽ തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹംലുൻ ഔ തൂഫിയ ബഅദ വിലാദത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗർഭത്തിലായിരിക്കെയാണോ മരിച്ചത്, അതല്ല ജനിച്ചതിന് ശേഷമാണോ എന്നുള്ളതിൽ ചില അഭിപ്രായങ്ങളുണ്ട്. രണ്ട് അഭിപ്രായങ്ങളാണുള്ളത്. അതിൽ അസഹ്ഹുമാ, ഏറ്റവും പ്രബലമായത്, അന്നഹു തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹംലുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗർഭത്തിലായിരിക്കെ ആണ് എന്ത് ചെയ്തത്, മരിച്ചത് എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. അപ്പോ ഇങ്ങനെ മരിക്കുന്നതിന് അതിന്റെ പ്രത്യേകത, വഹാദ അഅല അൻവാഇൽ യുതും, അനാഥത്വത്തിന്റെ ഏറ്റവും ഉയർന്നതായ ഇനമാണെന്ത്, ജനിക്കുന്നതിന് മുമ്പേ പിതാവ് മരിക്കുക എന്നുള്ളത്. അപ്പോൾ അത്രയ്ക്കും തീർത്തും ഒരു അനാഥനായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു വീഴുന്നത്. അതിനുശേഷം സുമ്മ തൂഫിയത് ഉമ്മുഹു ആമിന ബിന്തു വഹബ്, വഹബിന്റെ മകൾ ആമിനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ്. ഈ മാതാവ് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, മരിക്കുന്നുണ്ട്. വലഹു മിനൽ ഉംരി സിത്തു സിനീൻ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 6 വയസ്സാണ് ഉള്ളത്. ഫകഫലഹു ജദ്ദുഹു അബ്ദുൽ മുത്തലിബ്, അപ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നത് അബ്ദുൽ മുത്തലിബാണ്, ഉപ്പയുടെ ഉപ്പ അബ്ദുൽ മുത്തലിബ്. സുമ്മ തൂഫിയ, പിന്നീട് അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടു. വലിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 8 സിനീൻ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉള്ളത് 8 വയസ്സാണ്. ഫകഫലഹു അമ്മുഹു അബൂ ത്വാലിബ്, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ ഉപ്പയുടെ സഹോദരൻ അബൂ ത്വാലിബാണ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നത്. വനാസറഹു വദാഫഅ അൻഹു, നബിയെ ധാരാളം സഹായിച്ചയാളാണ് അബൂ ത്വാലിബ്. അതേപോലെ തന്നെ ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നെല്ലാം ഡിഫെൻഡ് ചെയ്തു, പ്രതിരോധിച്ചു. വകഫ അദാ ഖൗമിഹി ബഅദ അൻ ബഅസഹു അല്ലാഹു നബിയ്യ, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായി നിയോഗിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹം നബിയെ വല്ലാതെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. ഈ സമയങ്ങളിൽ അവരെ തടുത്തു നിർത്തിയത് ആരായിരുന്നു? അബൂ ത്വാലിബായിരുന്നു. തൂഫി അബൂ ത്വാലിബ് ഖബല അൽ ഹിജ്റത്തി ബിഖലീൽ, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ ചെയ്യുന്നതിന് കുറച്ചു മുമ്പ് അബൂ ത്വാലിബ് എന്ത് ചെയ്തു, മരണപ്പെടുകയുണ്ടായി. ഇവിടെ ഇതാണ് ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ട് പ്രധാനമായിട്ട് പറയുന്ന കാര്യങ്ങൾ. മക്കയിലാണ് ജനിച്ചത്, ആമുൽ ഫീലിലാണ്, തിങ്കളാഴ്ച ദിവസമാണ്. ജനിക്കുമ്പോൾ പിതാവ് മരിച്ചിരുന്നു. 6ാമത്തെ വയസ്സിൽ മാതാവ് മരണപ്പെട്ടു. ശേഷം അബ്ദുൽ മുത്തലിബ് പിതാമഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണം ഏറ്റെടുത്തു. 8ാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബും മരണപ്പെട്ടു. അതിനുശേഷം അബൂ ത്വാലിബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണം ഏറ്റെടുത്തത്. ഹിജറക്ക് തൊട്ട് മുമ്പായിട്ട് അബൂ ത്വാലിബ് എന്ത് ചെയ്തു, മരണപ്പെട്ടു. ഫായിദത്ത്, അതിനുശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഫായിദ പറയുകയാണ്. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു യൗമൽ ഇത്നൈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ തിങ്കളാഴ്ച ദിവസം നോമ്പനുഷ്ഠിക്കുമായിരുന്നു. വലമ്മാ സുഇല അൻ ദാലിക ഖാൽ, അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫീഹി ഉലിത്തു, ആ ദിവസത്തിലാണ് ഞാൻ ജനിച്ചത്. വഫീഹി ഉൻസില അലയ്യ, അതേ ദിവസത്തിൽ തന്നെയാണ് എനിക്ക് വഹി നൽകപ്പെട്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസാണ്. അപ്പോൾ സിയാമു യൗമിൽ ഇത്നൈൻ മശ്റൂഉൻ, തിങ്കളാഴ്ച ദിവസം നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് നിയമപരമായ കാര്യമാണ്, അനുവദിക്കപ്പെട്ട നിയമപരമായ സുന്നത്തായ കാര്യമാണ്. ലിഅന്ന അൽ അഅമാല തുർഫഉ ഫീഹി ഇലല്ലാഹ്, ആ ദിവസത്തിന്റെ ഒരു പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്തുകൊണ്ടാണ് ആ ദിവസങ്ങളിൽ തിങ്കളാഴ്ചയും അതേപോലെ തന്നെ വ്യാഴാഴ്ചയും നോമ്പ് എടുക്കും? അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നബി പറഞ്ഞത്, ലിഅന്ന അൽ അഅമാല തുർഫഉ ഫീഹി ഇലല്ലാഹ്, അമലുകൾ, ഒരു മനുഷ്യൻ ചെയ്യുന്ന അവന്റെ ആഴ്ചയിലെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് ആഴ്ചയിൽ ഉയർത്തപ്പെടുന്ന ദിവസമാണ്. ഈ പറയുന്ന തിങ്കളും വ്യാഴവുമാണ്. ഓരോ ദിവസവും രാവും പകലും അള്ളാഹുവിലേക്ക് പ്രത്യേകമായി എന്ത് ചെയ്യുന്നുണ്ട്, അമലുകൾ ഉയർത്തപ്പെടുന്നുണ്ട്. അതേപോലെ ആഴ്ചകളിൽ 2 ദിവസങ്ങളിൽ പ്രത്യേകമായി ഉയർത്തപ്പെടുന്നുണ്ട്. അതാണിത്, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. വർഷത്തിൽ അങ്ങനെ ഉയർത്തപ്പെടുന്നതാണ് ഷാബാൻ മാസം എന്ന് സ്ഥിരപ്പെട്ട ഹദീസുകളിൽ കാണാം. വദ്ദലീലു ഖൗലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതിനുള്ള തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്.
അവിടുന്ന് പറഞ്ഞു തുഅറദുൽ അഅമാലു യൗമൽ ഇസ്നീന വൽ ഖമീസ്, അള്ളാഹുവിൻ്റെ അടുക്കൽ മനുഷ്യരുടെ അമലുകൾ തിങ്കളാഴ്ചയും അതേപോലെ തന്നെ വ്യാഴാഴ്ചയും അവൻ്റെ അടുക്കൽ പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ അമലുകൾ അവിടെ പ്രദർശിപ്പിക്കപ്പെടണം എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ആഗ്രഹിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ അതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ചയാണ് ജനിച്ചത് എന്നുള്ളതിനാൽ നബിയുടെ മേൽ ജന്മദിനത്തിൻ്റെ മേലുള്ള ആഘോഷം അത് നിയമപരമാണോ? അതാണ് മുസ്ലിം പറയുന്നത്. അമ്മൽ ഇഹ്തിഫാലു ബിയൗമി മൗലിദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅംറുൻ മുഹ്ദസുൻ ഗൈറു മശ്റൂഇ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് അല്ലെങ്കിൽ ജനന ദിവസത്തിൽ ആഘോഷങ്ങൾ നടത്തുക എന്നുള്ളത് അത് പുതുതായി ഉണ്ടാക്കപ്പെട്ട നിയമപരമല്ലാത്ത കാര്യമാണ്. അതിന് ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം ലിഅന്ന മൗലിദൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈറു മഅലൂം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ദിവസത്തിലാണ് ജനിച്ചത് എന്നുള്ളത് അറിയപ്പെട്ട കാര്യമല്ല. അതായത് വർഷത്തിൽ ഇന്ന മാസത്തിൽ ഇന്ന ദിവസമാണ് എന്നുള്ളത് എന്ത് ചെയ്തിട്ടില്ല, അറിയപ്പെട്ടിട്ടില്ല. ഹത്താ ഇന്നൽ ഉലമാ ഇഖ്തലഫു ഫീ തഹദീദി യൗമി മൗലിദിഹി അലാ അഖ്വാലിൻ കസീറ. ധാരാളം അഭിപ്രായങ്ങളുടെ മേൽ ഉലമാക്കൾ ഈ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വ്യത്യസ്ത അഭിപ്രായങ്ങളിലായിട്ടുണ്ട്. ഫലൗ കാന ഇഹ്തിഫാലു മശ്റൂഅൻ, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസത്തിലുള്ളതായ ആഘോഷം അത് നിയമപരമായിരുന്നുവെങ്കിൽ ലഹഫിദല്ലാഹു തആല ലനാ ദാലിക്കൽ യൗം, അല്ലാഹു സുബ്ഹാനഹു വ തആല ദിവസം നമുക്ക് എന്ത് ചെയ്യുമായിരുന്നു, പഠിപ്പിച്ചു നൽകുമായിരുന്നു, അത് സംരക്ഷിച്ച് നൽകുമായിരുന്നു. ഇതാ ഇന്ന ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എന്നുള്ളത് നമുക്ക് അറിയിച്ചു തരുമായിരുന്നു, അത് പഠിപ്പിച്ചു നൽകുമായിരുന്നു. ഏതുപോലെ കമാ ഹഫിദൽ അയ്യാം അല്ലതി തുശറഉ ഫീഹാ ഇബാദാതു കയൗമി അറഫ വയൗമിൻ നഹർ. ഇബാദാത്തുകൾ പ്രത്യേകമായി നിയമമാക്കപ്പെട്ടിരിക്കുന്നതായ ദിവസങ്ങളെ അള്ളാഹു സംരക്ഷിച്ചതുപോലെ, ഏതുപോലെ യൗമു അറഫ ഏതാണ് നമുക്കറിയാം, അതേപോലെ തന്നെ യൗമുൻ നഹർ എന്താണ് ദിവസം ഏതാണ് നമുക്കറിയാം, ദുൽഹിജ്ജ 10-നാണ് യൗമുൻ നഹർ, അതുപോലെ ദുൽഹിജ്ജ 9-നാണ് യൗമു അറഫ. ഇത് അറിയപ്പെട്ട കാര്യമാണ്. അള്ളാഹു നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സംരക്ഷിച്ച് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പ്രത്യേകമായി ഏതെങ്കിലും ഇബാദാത്തുകളോ ആഘോഷങ്ങളോ ഉള്ള ദിവസങ്ങൾ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതങ്ങനെ ആഘോഷിക്കപ്പെടേണ്ട ദിവസമായിരുന്നുവെങ്കിൽ തീർച്ചയായും എന്ത് ചെയ്യുമായിരുന്നു, ഇന്ന ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്ന് പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തിട്ടില്ല, പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതിനാലാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുന്നത്. രണ്ടാമത്തെ കാരണം അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യഅ്മുർ ബിഹി വലം യഫഅലു. ഇങ്ങനെ ആഘോഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടില്ല ആരോടും, നബി സ്വയമായിട്ട് അത് പ്രവർത്തിച്ചിട്ടുമില്ല. വലം യഫഅൽഹു അഹദുൻ മിൻ അസ്ഹാബിഹിൽ കിറാം റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ ആരും തന്നെ എന്ത് ചെയ്തിട്ടില്ല, റബീഉൽ അവ്വൽ 12-ന് അല്ലെങ്കിൽ ആ മാസത്തിൽ പ്രത്യേകമായ ഒരു ആഘോഷവും നടത്തിയിട്ടില്ല. വലൗ കാന ഖൈറൻ ലസബഖൂന ഇലൈഹി. അതിലെങ്ങാനും എന്തെങ്കിലും ഖൈർ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ നമ്മേക്കാൾ അതിലേക്ക് മുൻകടക്കുമായിരുന്നു. തീർച്ചയായും അവരായിരുന്നു അതിൽ ആദ്യമായിട്ട് ചെയ്യുക. വഅവ്വലു മൻ അഹദസൽ ഇഹ്തിഫാൽ ബിൽ മൗലിദി ഹുമുൽ ഉബൈദിയ്യൂന ഫീ ഉബൈദി. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ആഘോഷം ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത്, പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയത് ഉബൈദിയ്യാക്കളാണ്, ഫാത്തിമിയ്യീങ്ങളിൽപ്പെട്ട. അവര് ആകട്ടെ ഷിഈ വിഭാഗങ്ങളിൽ തന്നെ ഏറ്റവും അപകടകാരികളായ, ഏറ്റവും അധികം ബഹുദൂരം വഴിപടച്ചിരിക്കുന്നതായ ഒരു വിഭാഗമാണ്. അവരാണ് ഹിജ്റ 362 ഇതാദ്യമായി കൊണ്ടെന്ത് ചെയ്യണത്, കൊണ്ടുവരുന്നത്. ഇത് ജൂത നസ്വാറാക്കൾ അവരുടെ മതങ്ങളിൽ ആഘോഷിക്കുന്നത് പോലെ ജന്മദിനം ആഘോഷിച്ച അതിലേക്ക് എന്ത് ചെയ്യുന്ന രീതിയിൽ ഒരു മുഷാബഹത്ത്, അതിനോട് സാദൃശ്യമായ നിലയിൽ മുസ്ലിമീങ്ങളെ എന്ത് ചെയ്യുക, ഒരു ആഘോഷം നിർമ്മിച്ചുണ്ടാക്കുക എന്നുള്ള അർത്ഥത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അവർ കൊണ്ടുവന്നത്. അവർക്ക് പ്രത്യേകമായ പല ലക്ഷ്യങ്ങളും ഉണ്ടാകാം. അപ്പൊ ഇത് ഖൈർ ഉണ്ടായിരുന്നുവെങ്കിൽ അതിലേക്ക് മുൻകടക്കേണ്ടത് മാതൃകയുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച സ്വഹാബികളും അതേപോലെ തന്നെ ഉത്തമ നൂറ്റാണ്ടിലെ സലഫു സ്വാലിഹീങ്ങളുമായിരുന്നു. അത് അവർ ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുമുണ്ട്, മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ മതത്തിന്റെ കാര്യത്തിൽ ആരെങ്കിലും പുതുതായി എന്തെങ്കിലും നിർമ്മിച്ചു കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണ്. ഇതിൽ പെടാത്ത ഒരു കാര്യം പുതുതായിട്ട് ഇതിലേക്ക് കൊണ്ടുവന്ന് തള്ളപ്പെടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട
ഉദ്ധരണിയും ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്ധരണിയാണ്. അതായത് പലപ്പോഴും ഇങ്ങനെയുള്ള ആഘോഷങ്ങളും മറ്റും നടത്തുന്ന ആളുകൾ അവരുടെ ധാരണ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് മുഖേന നമുക്ക് പ്രതിഫലമാണ് കിട്ടുന്നത് എന്നുള്ളതാണ് അവരുടെ ധാരണ. അതുകൊണ്ട് ഒരു ഖായിദ പഠിപ്പിക്കുകയാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, ഒരു തത്വം. ലാ തജിദു മുബ്തദിഅൻ, ഒരു മുബ്തദിഇനെയും നിനക്ക് കാണാൻ സാധിക്കുകയില്ല. കാരണം ബിദ്അത്ത് എന്ന് പറയുന്നത് എന്താണ്? ദീനിൽ ഉണ്ടാക്കപ്പെടുന്ന ചില ദീനിയായ നിയമങ്ങളോട് സാദൃശ്യമുള്ള ചില കാര്യങ്ങളാണ്. അത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ലാ തജിദു മുബ്തദിഅൻ ഇല്ലാ വഹുവ മുതനഖ്ഖിസുൻ ലിറസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുബ്തദിഇനെയും നിനക്ക് കാണാൻ സാധിക്കുകയില്ല അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിച്ചവനായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാർത്ഥത്തിൽ അവഹേളിക്കുമ്പോഴാണ് എന്തുണ്ടാവുക? ബിദ്അത്ത് ഉണ്ടാവുക. ഏത് ബിദ്അത്തിന്റെ കക്ഷികൾ എടുത്തു നോക്കിക്കോ, അവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിക്കുകയല്ല, സ്നേഹിക്കുകയല്ല. യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിക്കുകയും നിന്ദിക്കുകയുമാണ്. വഇൻ സഅമ അന്നഹു മുഅദ്ദിമുൻ ലഹു ബിതിൽകൽ ബിദ്അ, അവൻ എത്ര വാദിച്ചാലും ശരി ഞങ്ങൾ ഇത് മുഖേന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിക്കുകയാണ് എന്ന് അവൻ എത്ര വാദിച്ചാലും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? അവൻ നബിയെ അവഹേളിക്കുകയാണ് ചെയ്യുക. ഫഇന്നഹു യസ്അമു അന്നഹു ഖൈറും മിന സുന്ന വഔലാ ബിസ്സവാബ്. അങ്ങനെ പറയാൻ കാരണം എന്താണ്? ഇവൻ ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്നിട്ട് പറയാണ് ഇത് സുന്നത്തിനേക്കാൾ ഖൈറാണ്, സുന്നത്തിൽ ഇങ്ങനെയൊന്നും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ശരിയായ മാർഗത്തിൽ ഇങ്ങനെ ഒന്നില്ല, അപ്പൊ സുന്നത്തിനേക്കാൾ ഖൈറായതാണ് ഇതെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ശരിയായ പാതയേക്കാൾ ഏറ്റവും ഉത്തമമാണിത് എന്ന് പറയുന്നത് പോലെയാണ് ഇവൻ. ഇത് ചെയ്തിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിക്കാത്ത ഒരു കാര്യം, സുന്നത്തല്ലാത്തത് നല്ലതാണെന്നാണ് ഇവൻ പറയുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന കാര്യത്തെക്കാൾ നല്ലതായിട്ട് ഇവനത് കണ്ടെത്തി എന്ന് പറയുമ്പോൾ അവൻ നബി എന്തിയാണ് ചെയ്യുക? അവഹേളിക്കുകയാണ് ചെയ്യുന്നത്. അവൻ അത് ചില ആളുകൾ വാദിക്കുന്നത് സുന്നത്താണെന്ന് വാദിക്കും. ഇൻകാന ജാഹിലൻ മുഖല്ലിദ, അവിവേകികളായ അവരുടെ നേതാക്കന്മാരെ അന്ധമായി പിന്തുടരുന്ന മുഖല്ലിദീങ്ങളായ ആളുകളാണെങ്കിൽ അവർ പറയുന്നത് എന്താണ്? സുന്നത്താണെന്ന് പറയും. വഇൻകാന മുസ്തബ്സിറൻ, അതല്ല കുറച്ച് വിവരവും ബോധവുമുള്ള ആളുകളാണെങ്കിൽ, ബിദ്അത്തിനെ സംബന്ധിച്ച് എന്തെങ്കിലും ബോധമുള്ള ആളുകളാണെങ്കിൽ ഫഹു മുഷാഖുൻ ലില്ലാഹി വറസൂലിഹി, അവൻ യഥാർത്ഥത്തിൽ അല്ലാഹുവോടും റസൂലിനോടും എന്താണ് ചെയ്യുന്നത്? മാത്സര്യം കാണിക്കുകയാണ്, അവരോട് എതിരിടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. കാരണം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിരല്ല, അതെനിക്കലല്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ദർശനോട് പറഞ്ഞതാണ് എന്താണ് ഈ ആദരവ് ചെന്ന് എത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കപ്പെട്ടതിന്റെ ലക്ഷ്യം തന്നെ, നിയോഗ ലക്ഷ്യം തന്നെ എന്തായിരുന്നു? വിഗ്രഹാരാധന ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതായിരുന്നു, ശിർക്കില്ലാതെയാകുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഇതിന്റെ ഭാഗമായിട്ട് ആളുകൾ ചെയ്തത് എന്താണ്? എന്തിനാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കപ്പെട്ടത്? ആ വിഗ്രഹ നിർമാർജനം എന്നുള്ളതിന് അപ്പുറം വിഗ്രഹങ്ങളുടെ മുന്നിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന ആളുകളെയാണ് ഈ മൗലിദിന്റെ പേരിൽ എന്ത് ചെയ്തത് നമ്മൾ കണ്ടത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തീർത്തും അവഹേളിക്കുന്ന, നിന്ദിക്കുന്ന ഒരു സമൂഹമായിട്ട് എന്ത് ചെയ്തു? ഇതിന് മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വളരെ പ്രധാനപ്പെട്ട ഒരു ഖായിദയാണ് പറയുന്നത്. ഏത് മുബ്തദിഇനെ നിങ്ങൾ എടുത്തു നോക്കിയാലും അവൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിക്കുന്നവനാണ്. നബിയെ നിന്ദിക്കുക എന്നുള്ളതാണ് അവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇനി 21ാമത്തെ ചോദ്യം, അസ്വാലുൽ ഹാദി വൽ അശ്റൂൻ. 21ാമത്തെ ചോദ്യം, കം കാന ഉമറുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹീന അർസലഹു അല്ലാഹു അസ്സ വജൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു നബിയായി നിയോഗിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സെത്രയായിരുന്നു എന്നുള്ളതാണ്. അൽ ജവാബ് 40 സന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 40 വയസ്സായിരുന്നു, അറിയപ്പെട്ട കാര്യമാണ്. പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പല ആളുകൾക്കും ചോദിക്കുമ്പോൾ കിട്ടാത്തൊരവസ്ഥയുണ്ട്. ഇതെല്ലാം ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കിയിരിക്കുകയും നമ്മുടെ കുട്ടികളൊക്കെ ആ വിഷയം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുന്നതാണ്. ചെറു ക്ലാസ്സിലെല്ലാം പഠിച്ചിട്ടുണ്ടാവും ആളുകൾ, അവര് എന്ത് ചെയ്യുന്നില്ല, തുടർന്നുള്ള പഠനം ഇല്ലാത്ത കാരണത്താൽ പലപ്പോഴും ഉള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, മറന്നുപോകലുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നബുവത്ത് കിട്ടുന്നത് 40ാമത്തെ വയസ്സിലാണ്. بدأ الوحي من الله تعالى للنبي صلى الله عليه وسلم بعدما بلغ 40 من العمر.
സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൻ്റെ ആയുസ്സിൽ നിന്ന് 40 പിന്നിടുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി നൽകുന്നത്. വഹിയുടെ ആരംഭം 40 വയസ്സ് കഴിയുമ്പോഴാണ്. ഖാല അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബഅസഹു അല്ലാഹു അലാ റഅസി 40 സന, 40 വയസ്സിന്റെ തലപ്പത്താണ്, തലയിലാണ്, അവസാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു നിയോഗിക്കുന്നത്, നബിയായി നിയോഗിക്കുന്നത്. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹ്, മുസ്ലിം സ്വഹീഹ് എല്ലാം ഉദ്ധരിച്ച ഹദീസാണ്. വമിൻ ആയാതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദാല്ല അലാ നുബുവതിഹി. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ നുബുവത്തിന്റെ മേൽ അറിയിക്കുന്ന വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അന്നഹു ലബിസ ഖബലൽ ബിഅസതി 40 ആമൻ. 40 വയസ്സ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തിന്റെ ഇടയിൽ ജീവിച്ചവനാണ്. വലിയൊരു കാലയളവാണത്. 40 വയസ്സോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തിൽ ജീവിച്ചു. അപ്പോൾ ലം യുഅഹദ് അലൈഹി കദിബ്, ഒരു കളവ് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ എന്ത് ചെയ്തിട്ടില്ല, അറിയപ്പെട്ടിട്ടില്ല. ആ കാലയളവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തമാശക്ക് പോലും ഒരു കളവ് പറഞ്ഞു എന്നുള്ളത് ആർക്കും അറിയില്ല ആ സമൂഹത്തിൽ. മാത്രമല്ല വലാ ഖിയാന, ആരെങ്കിലും ചതിച്ചു എന്നുള്ളത് അറിയപ്പെട്ടിട്ടില്ല. ബൽ മാ ഉലിഫ ഇല്ലാ ബിസ്സുദ്ഖി വൽ അമാനതി വഹുസ്നിൽ ഖുലുഖി, അറിയപ്പെട്ടതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയെ സംബന്ധിച്ചാണ്, വിശ്വസ്തതയെ സംബന്ധിച്ചാണ്, ഏറ്റവും നല്ല സ്വഭാവത്തെ കുറിച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അറിയപ്പെട്ടത്. വലമ്മ ഖാല ഹിർഖലു മലിക്കു റൂമി ലി അബി സുഫിയാൻ, റോമിന്റെ ഭരണാധികാരി ഹിർഖൽ അബൂ സുഫിയാനിനോട് ചോദിക്കുകയുണ്ടായി. വകാന യൗമഇദിൻ മുശ്രിക്കൻ വമുആദിയൻ ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയത്ത് അബൂ സുഫിയാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുവാണ്, മുശ്രിക്കാണ്, കച്ചവടാർത്ഥം റോമിലേക്ക് പോയതാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിനെ സംബന്ധിച്ച് ആ രാജാവ് അറിയുകയും അങ്ങനെ എന്ത് ചെയ്തു, അബൂ സുഫിയാനെയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളെയും രാജസന്നിധിയിൽ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അബൂ സുഫിയാനെ രാജാവിനെ നേരെ നിർത്തി അതിന്റെ പിന്നിലായി കൊണ്ടെന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ അനുയായികളെ നിർത്തി എന്നിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇദ്ദേഹം എന്തെങ്കിലും കളവ് പറഞ്ഞാൽ ഉടൻ എന്ത് ചെയ്യണം, പിന്നിൽ നിൽക്കുന്നവർ തിരുത്തണം എന്നുള്ള നിർദ്ദേശവും ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചോദിച്ച ഒരു ചോദ്യത്തിൽ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു, അതിന് ഉത്തരവും പറഞ്ഞു. അങ്ങനെ ഈ രാജാവ് അദ്ദേഹത്തോട് പറഞ്ഞു, ഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബി ഖബ്ല അൻ യഖൂല മാ ഖാൽ, ഈ നബി ഈ ഒരു വാദവുമായി നുബുവത്തുമായി വരുന്നതിന് മുമ്പ് നിങ്ങൾ അദ്ദേഹത്തിന്റെ മേൽ കളവ് ആരോപിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചിരുന്നു. ഫദകർത അല്ല, അപ്പോൾ താങ്കൾ പറഞ്ഞത് എന്താണ്? ഇല്ല, അദ്ദേഹം ഒരു കളവും പറഞ്ഞതായിട്ട് ഞങ്ങൾക്ക് ഇതില്ല, അറിയില്ല. ഫഖദ് അഅരിഫു അന്നഹു ലം യകുൻ ലിയദറ അൽകദിബ അല الناس വയക്ദിബ അല അല്ലാഹ്. അപ്പോൾ ഈ ഹിർഖൽ രാജാവ് പറഞ്ഞു, ജനങ്ങളുടെ മേല് ഒരിക്കലും കളവ് പറയാത്ത ഒരാൾ അദ്ദേഹം അള്ളാഹുവിന്റെ മേൽ വ്യാജ ആരോപണമായി വരും എന്നുള്ളത് അസംഭവ്യമായ കാര്യമാണ്. അപ്പൊ അതെന്താവില്ല, ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന് എനിക്കറിയാം എന്നാര് പറഞ്ഞു രാജാവ്. അപ്പൊ ഈ നീണ്ട വർഷത്തോളം അദ്ദേഹം ചെയ്തിട്ടില്ല, ജനങ്ങളുടെ കാര്യത്തിൽ പോലും കളവ് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരാൾ എങ്ങനെയാണ് 40 വയസ്സാകുമ്പോൾ അള്ളാഹു തന്നെ നുബുവത്തുമായി നിയോഗിച്ചിരിക്കുന്നു, അള്ളാഹുവിന്റെ മേൽ കളവ് പറയുക, അതൊരിക്കലും സംഭവ്യമല്ല എന്ന് ആര് പറഞ്ഞു? രാജാവ്. അപ്പോൾ ശത്രുക്കൾ വരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഒരു കളവും ചെയ്തിട്ടില്ല, ആരോപിച്ചിട്ടില്ല എന്നുള്ളതാണ്. വഖാലത്ത് ഖദീജത്തു ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹ, ഖദീജ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയാണ്. അവർ പറയുകയാണ്, ഫവല്ലാഹി ലാ യുഖ്സീക അല്ലാഹു അബദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടി. ആദ്യ സമയത്തുണ്ടായ ചില പരിഭ്രമങ്ങൾ ഉണ്ടായി. ഓടി ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആശ്വസിപ്പിച്ചുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫവല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലാ യുഖ്സീക അല്ലാഹു അബദ, അല്ലാഹു താങ്കളെ കൈവിട്ട് കളയുകയില്ല, പരാജയപ്പെടുത്തുകയില്ല. വല്ലാഹി ഇന്നക ലതസിലുർ റഹിം വതസ്ലുഖുൽ ഹദീസ് വതഹ്മിലുൽ കല്ല വതുക്സിബുൽ മഅദൂം
എന്താണ് അള്ളാഹു താങ്കളെ കൈവിട്ടു കളയുകയില്ല എന്നുള്ളതിനുള്ള തെളിവെന്താണ്? താങ്കൾ കുടുംബബന്ധം ചേർക്കുന്നയാളാണ്, താങ്കൾ സത്യം മാത്രം സംസാരിക്കുന്നവനാണ്, താങ്കൾ ആളുകളുടെ ഭാരം ചുമക്കുന്നവരാണ്, ബലഹീനരായ ദുർബലരായ ആളുകളുടെ പ്രയാസങ്ങൾ ഏറ്റെടുക്കുന്നവരാണ് താങ്കൾ, ഇല്ലാത്തവർക്ക് താങ്കൾ സഹായങ്ങൾ ചെയ്യുന്നവരാണ്, അതിഥികൾ വന്നാൽ ആദരിക്കുന്നവനാണ് താങ്കൾ, അതേപോലെ തന്നെ സത്യത്തെ സഹായിക്കുന്നവനാണ്. അങ്ങനെ ഇരിക്കെ താങ്കളെ അള്ളാഹു കൈവിടുകയില്ല എന്ന് ഖദീജ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 40 വർഷത്തോളവും ഈ രീതിയിൽ സത്യസന്ധതയിലും വിശ്വസ്തതയിലും നല്ല സ്വഭാവത്തിന്റെ മേലുമാണ് അറിയപ്പെട്ടത്. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാണ് എന്നുള്ളതിലേക്ക് വെളിച്ചം വീശുന്ന ഏറ്റവും വലിയ ആയത്താണ്, ദൃഷ്ടാന്തമാണ്. ഫശബ്ബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാഹു തആല യക്ലഉഹു വയഹ്ഫദുഹു വയഹൂതുഹു മിൻ അഖ്ദാരിൽ ജാഹിലിയ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ യുവത്വത്തിലേക്ക് കടന്നു, യുവാവായി മാറി. എപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്തു, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചു, അല്ലാഹു ജാഹിലിയ്യത്തിന്റെ എല്ലാവിധ മാലിന്യങ്ങളിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? സംരക്ഷിച്ചു നിർത്തി. ലിമാ യുരീദു ബിഹി മിൻ കറാമതിഹി വ റിസാലതി ഹത്താ സാറ അഫ്ളല ഖൗമിഹി മുറുഅ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു റിസാലത്തിൽ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളതിനാൽ, ആ റസൂലിനെ ആദരിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്, അള്ളാഹുവിന്റെ സംരക്ഷണമായിരുന്നു അത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിൽ ഏറ്റവും മുറുഅത്തുള്ള, ഏറ്റവും നല്ല സ്വഭാവമുള്ളയാളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറി. വഅഹ്സനഹും ഖുലുഖ, ഏറ്റവും നല്ല സ്വഭാവത്തിനുടമ. വഅക്രമഹും ഹസബ, ഏറ്റവും നല്ല കുടുംബത്തിനുടമ. വഅഹ്സനഹും ജിവാറ, ഏറ്റവും നല്ല അയൽപക്കത്തിനുടമ. വഅഅദമഹും ഹിൽമൻ വഅസ്ദഖഹും ഹദീസ, ഏറ്റവും നല്ല വിവേകശാലി, ഏറ്റവും നല്ല സംസാരങ്ങൾ സംസാരിക്കുന്നവൻ. വഅഅദഹും അമാന, വിശ്വസിച്ചെന്തെങ്കിലും ഏൽപ്പിച്ചാൽ ഏറ്റവും നല്ല രീതിയിൽ അത് വീട്ടുന്നവൻ. വഅബഅദഹും മിനൽ ഫഹ്ശി വൽ അഖ്ലാഖി അല്ലതി തുദന്നിസു റിജാൽ, സാധാരണ മനുഷ്യന്മാരെ മാലിന്യത്തിലാക്കുന്ന അല്ലെങ്കിൽ മ്ലേച്ഛരാക്കി തീർക്കുന്ന എല്ലാവിധ ഹുലുക്കുകളിൽ നിന്നും സ്വഭാവങ്ങളിൽ നിന്നും ഏറ്റവും അകന്നവനായിരുന്നു ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹത്താ കാന ലാ യുഅറഫു ഇല്ലാ ബിൽ അമീൻ, അൽ അമീൻ എന്നുള്ളത് കൊണ്ടല്ലാതെ അദ്ദേഹത്തെ ഇതില്ല അറിയപ്പെട്ടില്ല. അൽ അമീൻ എന്നെല്ലാവരും വിളിച്ചു. ലിമാ ജമഅ അല്ലാഹു ഫീഹി മിനൽ ഉമൂരി സ്വാലിഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ധാരാളം കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുമിച്ച് കൂട്ടി എന്നുള്ള കാരണത്താൽ, നന്മകൾ ഒരുമിച്ച് കൂട്ടി എന്നുള്ള കാരണത്താൽ. അപ്പോൾ ഇതാണ് 21ാമത്തെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിക്കുന്നത് 40ാമത്തെ വയസ്സിന് അതിൻ്റെ ഒടുവിലുള്ളതായ സമയത്താണ്. അതുവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യസന്ധതയുടെ കാര്യത്തിൽ, വിശ്വസ്തതയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടവനായിരുന്നു. ശത്രുക്കൾ വരെ എന്ത് ചെയ്തു? അതിന് സാക്ഷ്യം വഹിച്ചു എന്നുള്ളതാണ്. അസ്സുആലു സാനി വൽ 22ാമത്തെ ചോദ്യം. കം സനതൻ ആഷ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിമക്കത ബഅദ അൻ-നുബുവ്വതി വ ഖബല അൽ-ഹിജ്റ. സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വർഷം വരെയും ഇങ്ങനെ ജീവിച്ചു മക്കയിൽ. അതിനുശേഷം 40ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. നുബുവത്ത് കിട്ടിയതിന് ശേഷം പിന്നീട് 2 ഘട്ടങ്ങളാണ്. ഒന്ന് മക്കയിൽ ജീവിച്ച ഘട്ടം, പിന്നീടൊന്ന് മദീനയിൽ ജീവിച്ച ഘട്ടം. ഇങ്ങനെ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വർഷം എന്ത് ചെയ്തു? ഹിജ്റക്ക് മുമ്പ്, നുബുവത്തിന് ശേഷം എത്ര വർഷം ജീവിച്ചു എന്നുള്ളതാണ് ചോദ്യം. 13 സന, 13 വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന് ശേഷം അവിടെ താമസിച്ചത്, മക്കയിൽ താമസിച്ചത്. അപ്പോൾ 53ാമത്തെ വയസ്സ് വരെയും പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, മുസ്ലിമായിക്കൊണ്ട്. അതായത് നുബുവത്ത് നബിയായിക്കൊണ്ട് പിന്നീട് മക്കയിൽ ജീവിച്ച എത്ര വർഷമാണ്? 13 വർഷമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ബുഇസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി 40 സന, 40ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് നൽകപ്പെട്ടു, പ്രവാചകത്വം നൽകപ്പെട്ടു. ഫമക്കസ ബിമക്കത 13 സന, എന്നിട്ട് 13 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ താമസിച്ചു. യൂഹ ഇലൈഹി, ആ സമയത്തെല്ലാം നബിക്ക് എന്ത് ചെയ്യപ്പെട്ടു? വഹി നൽകിക്കൊണ്ടിരുന്നു. സുമ്മ ഉമിറ ബിൽ ഹിജ്റ, അതിനുശേഷം 13 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഹിജ്റ ചെയ്യാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കപ്പെട്ടു. ദഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മക്കത ഇലാ തൗഹീദില്ലാഹി തആല വ തഖരീരി ദാലിക ഫി നഫൂസ്. ഈ കാലയളവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പണിയാണ് എടുത്തത്?
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം ആളുകളെ അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. ഇത് ജനങ്ങളുടെ ഹൃദയത്തിൽ, നുഫൂസുകളിൽ ഉറപ്പിക്കുക എന്നുള്ളതായിരുന്നു ചെയ്തിരുന്ന ഏറ്റവും വലിയ ദൗത്യം. 13 വർഷം, നീണ്ട വർഷം, കാലയളവ് അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? തൗഹീദ് തന്നെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. നമസ്കാരം നിർബന്ധമാക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ സമയത്താണ്, ഹിജ്റക്ക് മുമ്പ്. ഹജ്ജ് അതേപോലെ തന്നെ നോമ്പും സക്കാത്തും ജിഹാദും എല്ലാം നിർബന്ധമാക്കുന്നപ്പോഴാണ് മദീനയിൽ വന്നതിന് ശേഷമാണ്. അപ്പൊ ഈ 13 വർഷം നിരന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദിലേക്ക് മാത്രം ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു? അത് ജനങ്ങളുടെ ഇടയിൽ സ്ഥാപിച്ചുകൊണ്ട്, അതേപോലെ ഈമാനി ബിൽ ബഅത്ത്, അന്ത്യദിനത്തെ സംബന്ധിച്ചുള്ളതായ വിശ്വാസവും എന്ത് ചെയ്തു? അതിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരുന്നു. കാരണം ഖുറൈശികൾ ഇതിനെയാണ് എതിർത്തുകൊണ്ടിരുന്നത്. ഈ പറയുന്ന തൗഹീദിനെയും അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ഏകത്വത്തെയും അതേപോലെ ആഖിറത്തെ സംബന്ധിച്ചും. എന്നാൽ ജാഹിലിയ്യ കാലഘട്ടത്തിൽ ആഖിറത്തെ കുറിച്ച് വിശ്വസിച്ച ചില ആളുകൾ ഉണ്ടായിട്ടുണ്ട്. തൗഹീദ് മുറുകെ പിടിക്കുന്ന ചില ആളുകളും അപൂർവമായിട്ട് ചെയ്തിട്ടുണ്ട്, കാണപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അധികമായിട്ടും അവരുടെ വിശ്വാസം എന്തായിരുന്നു? അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിനോടൊപ്പം എന്ത് ചെയ്യുമായിരുന്നു? അള്ളാഹു അല്ലാത്തതായ സൃഷ്ടികൾക്ക് ഇബാദത്ത് ചെയ്യുന്നവരായിരുന്നു. അപ്പോൾ തൗഹീദ് അവർ അംഗീകരിച്ചിരുന്നില്ല. അള്ളാഹു അല്ലാത്തവർക്കും എന്ത് ചെയ്യാം? ഇബാദത്ത് ചെയ്യാം. മലക്കുകൾക്ക് ഇബാദത്ത് ചെയ്യുന്നവരുണ്ടായിരുന്നു, മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണെന്ന് പറഞ്ഞുകൊണ്ട്. ജിന്നുകൾക്ക് ഇബാദത്തുകൾ ചെയ്യുന്നവരുണ്ടായിരുന്നു, അമ്പിയാക്കൾക്ക് ഇബാദത്ത് ചെയ്യുന്നവർ അവരുണ്ടായിരുന്നു, വലിയകൾക്ക് ഇബാദത്ത് ചെയ്യുന്നവരുണ്ടായിരുന്നു, കല്ലുകൾക്കും വൃക്ഷങ്ങൾക്കും ഇബാദത്ത് ചെയ്യുന്നവർ അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഇതെല്ലാം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹുവിന് പുറമെ ഇവർക്കെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? മക്ക മുശ്രിക്കുകൾ ഇബാദത്തുകൾ അർപ്പിച്ചു. അപ്പൊ തൗഹീദ് അവരിൽ ഉണ്ടായിരുന്നില്ല. കാരണം അള്ളാഹുവിന് പുറമെ അവർ അമ്പിയാക്കൾക്കും സ്വാലിഹീങ്ങൾക്കും ദുആ ചെയ്യുന്നവരായിരുന്നു. അതേപോലെ തന്നെ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചുള്ള ബോധവും അവർക്കുണ്ടായിരുന്നു. ഇത് ഏത് അമ്പിയാക്കന്മാരും ആദ്യമായി ജനങ്ങളോട് പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. എന്ത്? തൗഹീദ് പഠിപ്പിക്കുക, അതേപോലെ തന്നെ ആഖിറത്തെ സംബന്ധിച്ചുള്ള ബോധം മൂലമൂക്കുക. ഇത് ഏത് സമൂഹത്തിലും അനിവാര്യവുമാണ്. എവിടെയാണോ ഇത് നഷ്ടപ്പെടുന്നത് ആ സമൂഹങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അവിടെ ആളുകൾ അധാർമികതയിലേക്ക് പോകും, പല പല കുഴപ്പങ്ങളുണ്ടാവും. ഏത് സമൂഹത്തിൽ ജനങ്ങളെ സംസ്കരിക്കേണ്ടതുണ്ടോ അവരെ ഒന്നാമതായി ക്ഷണിക്കേണ്ട എവിടേക്കാണ്? തൗഹീദിലേക്കാണ്. അതേപോലെ തന്നെ ആഖിറവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവരെന്ത് ചെയ്യണം? നല്ല രൂഢമൂലമായ വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. മൂസാ അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബനു ഇസ്രായേലികളിലേക്ക് നിയോഗിച്ചു. ബനു ഇസ്രായേലിന്റെ അവസ്ഥ എന്താണ്? ഇപ്പോൾ അതികഠിനമായിട്ട് പീഡിപ്പിക്കപ്പെടുകയാണ് അവർ. ഫിർഔൻ അവരെ മൃഗങ്ങളെ കൊന്നൊടുക്കുന്നതിന് തുല്യം എന്ത് ചെയ്യണം? മൃഗശാലകളിൽ എങ്ങനെയാണോ മൃഗങ്ങളെ കൊന്നൊടുക്കുന്നത് അതേപോലെ പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം കൊല്ലുന്ന അവസ്ഥയായിരുന്നു അന്ന് ഈജിപ്തിലെ ഫിർഔൻ. ഈ സമൂഹത്തിലേക്കാണ് ആര് നിയോഗിക്കപ്പെടുന്നത്? മൂസാ അലൈഹിസ്സലാമിനെ നിയോഗിക്കപ്പെടുന്നത്. മൂസാ അലൈഹിസ്സലാമിനെ നിയോഗിക്കപ്പെടുമ്പോൾ അള്ളാഹു പറയുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്: ഇന്നി അന ഖ്തർതുക. മൂസാ അലൈഹിസ്സലാം മദീനയിൽ നിന്ന് എവിടേക്ക് പലായനം ചെയ്യാണ്? തിരിച്ചു വരികയാണ്. ബനു ഇസ്രായേലികളുടെ അടുക്കലേക്ക് തിരികെ വരികയാണ്. തിരികെ വരുമ്പോൾ തൂർ പർവ്വതത്തിൽ വെച്ചാണ് അള്ളാഹുമായിട്ട് സംസാരിക്കുന്നത്. നബിയായി തിരഞ്ഞെടുക്കുന്നപ്പോഴാണ്. അപ്പൊ അള്ളാഹ് പറയാണ്, ഇന്നി അന ഖ്തർതുക, ഞാൻ താങ്കളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഫസ്തമി ലിമാ യുഹാ, താങ്കൾക്ക് വഹി നൽകപ്പെടുന്നതിനെ ശ്രദ്ധിച്ച് താങ്കൾ കേട്ടുകൊള്ളുക. ഇതിന് ഒന്നാമത് പറഞ്ഞതാണ്. എന്താണ് പറയുന്നത്? അവർ പോയി സൈന്യങ്ങളെ ശക്തിപ്പെടുത്തി. ചിലവർ യുദ്ധം ചെയ്യാനല്ല പറയണത്. ഒന്നാമതായിട്ട് പറയണത് ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി, ഞാനാകുന്നു അല്ലാഹ്, ഇബാദത്തിന് അർഹനായിട്ട് ഞാനല്ലാതെ മറ്റാരും നദിയില്ല, അതുകൊണ്ട് എനിക്ക് മാത്രം താങ്കൾ ഇബാദത്ത് ചെയ്യണം എന്നുള്ളതാണ് എന്ത് ചെയ്യണത്? ഒന്നാമതായിട്ട് പഠിപ്പിക്കേണ്ടത്. അപ്പോൾ ആളുകൾ പലപ്പോഴും തൗഹീദ് പറയുമ്പോൾ കളിയാക്കും. എന്തിനാണ് നിങ്ങൾ എപ്പോഴും തൗഹീദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? തൗഹീദ് തന്നെ തൗഹീദ്. നിങ്ങളുടെ തല കഴുത്തിന് മേലെ ഉണ്ടാകുമോ എന്നൊരു സംശയമാണ്. അപ്പോഴാണ് തൗഹീദ് പറയുന്നത്. അപ്പോ തൗഹീദ് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഏത് പ്രതിസന്ധി നേരിടുന്ന സംഭവമാട്ടെ, അതില്ല എങ്കിൽ രക്ഷ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് മൂസാ അലൈഹിസ്സലാം കഠിനമായ പ്രയാസങ്ങൾ നേരിടുന്ന ആ സമൂഹത്തിലേക്ക് പോകുമ്പോൾ അള്ളാഹ് ഒന്നാമത് പറഞ്ഞതാണ്, നിങ്ങൾ എന്ത് ചെയ്യുക? അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക.
ശേഷം നമസ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. തൊട്ടുടനെ പറയുന്നത് ഖിയാമത്ത് നാളിനെ കുറിച്ചാണ്. ഖിയാമത്ത് നാൾ ഇതാ വരാനായിട്ടുണ്ട്. അപ്പൊ ഈ ബോധവും എന്ത് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട ആയാത്തുകളിലെല്ലാം ഈ വിഷയം വളരെ ശക്തമായിട്ട് പറയുന്നതാണ്. തൗഹീദും അതേപോലെ തന്നെ അന്ത്യദിനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ചുള്ള തെളിവുകളുമാണ് അതിൽ കാണാൻ സാധിക്കുന്നത് കൂടുതൽ. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷവും ജനങ്ങൾ അതിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു. കാരണം ഖുറൈശികൾ അതിനെ നിഷേധിക്കുന്നവരായിരുന്നു. മാത്രമല്ല വലി അന്ന ശറാഇഅ ലം തുഫറദ് ബഅദ്, മറ്റുള്ള ശരീഅത്തിന്റെ നിയമങ്ങളൊന്നും അപ്പോൾ നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജൊക്കെ പിന്നീടാണ് നേടുന്നത്, ജിഹാദും എല്ലാം പിന്നീടാണ്. വലിദാലിക മിൻ ഖസാഇസി സുവരിൽ മക്കിയ്യ, അതുകൊണ്ട് മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളുടെ പ്രത്യേകതകളിൽപ്പെട്ടതാണ് എന്ത്? അദ്ദഅവതു ഇലാ ഉസൂലിൽ ഈമാനി വഅർക്കാനി, ഈമാനിന്റെ അടിസ്ഥാനങ്ങൾ, അതിന്റെ റുക്നുകൾ, അതിലേക്കാണ് അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ക്ഷണിച്ചിരിക്കുന്നത്. മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളുടെ പ്രത്യേകത അതാണ്. ഈമാനിന്റെ അടിസ്ഥാനപരമായ അടിസ്ഥാനങ്ങൾ, അതിന്റെ അർക്കാനുകൾ, അതിനെക്കുറിച്ചാണ് കൂടുതൽ എന്ത് ചെയ്തിരിക്കുന്നത്? സംസാരിച്ചിരിക്കുന്നത്. മക്കിയായ സൂറത്ത് എന്ന് പറഞ്ഞാൽ ഹിജറക്ക് മുമ്പ് അവതരിപ്പിച്ച സൂറത്തുകൾക്കാണെന്ന് പറയണേ മക്കിയായത് എന്ന് പറയുന്നത്. ഹിജറക്ക് ശേഷം അവതരിപ്പിക്കപ്പെട്ടവകൾ ഏതാണ്? മദനിയായതാണ്. അത് ചിലപ്പോൾ ഒരു പക്ഷേ മക്കയിലായിരിക്കും അവതരിപ്പിച്ചത്, എന്നാലും അതെന്താണ്? മക്കിയായ സൂറത്തുകളാണ്. ഹിജറക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടത് മക്കിയ, ശേഷം അവതരിപ്പിക്കപ്പെട്ടത് മദനിയ. വഖദ് ദഅ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ ഇസ്ലാം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 40 വയസ്സിൽ നബുവത്ത് കിട്ടി ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരുന്നു. ഫകാന അവ്വല മൻ ആമന ബിഹി സൗജുഹു ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹ, അങ്ങനെ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നത് ആരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ഇത് ഇജ്മാ ആണ്, മുസ്ലിം ഉമ്മത്തിന്റെ ഏകോപിച്ചിരിക്കുന്ന അഭിപ്രായമാണ്. ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നതാരാണ്? ഖദീജ റളിയല്ലാഹു അൻഹ. അതിനു മുമ്പ് വേറൊരു സ്ത്രീയോ പുരുഷനോ എന്ത് ചെയ്തിട്ടില്ല? ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ഖദീജ റളിയല്ലാഹു അൻഹയാണ്. അതിനുശേഷം സുമ്മ അസ്ലമ അലി ഇബ്നു അബി ത്വാലിബ് ഇബ്നു അമ്മി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവിന്റെ പുത്രൻ അബൂ ത്വാലിബിന്റെ മകൻ അലി റളിയല്ലാഹു അൻഹു ആണ് എന്ത് ചെയ്യണത്? ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. വഹുവ അവ്വലു മൻ അസ്ലമ മിന സുബിയാൻ, കുട്ടികളിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിക്കുന്നത് ആരാണ്? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. വകാന ബിന 10 സിനീൻ, അപ്പോൾ അലി റളിയല്ലാഹു അൻഹു 10 വയസ്സാണുള്ളത്. وبعد إسلام علي رضي الله عنه أسلم زيد بن حارثة رضي الله عنه. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം ആശ്ലേഷണത്തിന് ശേഷം പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് സെയ്ദ് ബിൻ ഹാരിഥ റളിയല്ലാഹു അൻഹു ആണ്. വഹുവ അവ്വലു മൻ അസ്ലമ മിനൽ മവാലി, അടിമ വംശത്തിൽപ്പെട്ട, പിന്നീട് മോചിപ്പിക്കപ്പെട്ട ആളുകൾക്കാണ് മവാലികൾ എന്ന് പറയുന്നത്. അടിമയായിരുന്നു, പിന്നീട് മോചിപ്പിക്കപ്പെട്ടവർ. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ആരാണ്? സെയ്ദ് ബിൻ ഹാരിഥ റളിയല്ലാഹു അൻഹു ആണ്. വഹുവ വാലിദു ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുമാ, ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവാണ് ആര്? സെയ്ദ് ബിൻ ഹാരിഥ റളിയല്ലാഹു അൻഹു. വബഅദഹു അസ്ലമ അബൂബക്കർ അസ്സദ്ദീഖ് റളിയല്ലാഹു അൻഹു, പിന്നീടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. വഹുവ അവ്വലു മൻ അസ്ലമ മിനൽ റിജാലിൽ അഹറാർ, സ്വതന്ത്രരായ പുരുഷന്മാരിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിക്കുന്നത് ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അതിനുശേഷം ഒരു ഫായിദ പറയാണ്, ഫായിദത്തുൻ മിനൽ ഖത്വഇ അൻ യുഖാൽ, ഖത്വയിൽപ്പെട്ടതാണ്, പിഴവിൽപ്പെട്ടതാണ് ഇങ്ങനെ പറയുക എന്നുള്ളത്. ചില ആളുകൾ പറയും അലി റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കുമ്പോൾ അലിയുൻ കറമല്ലാഹു വജ്ഹ എന്ന് പറയില്ല. നമ്മുടെ നാടുകളിലേക്ക് വ്യാപകമായി അത് കേൾക്കലുണ്ട്. ഷിഈ ആചാരങ്ങളിൽ നിന്ന് കടന്നു വന്നതാണത്. അപ്പൊ അലിയുൻ കറമല്ലാഹു വജ്ഹ, ആശയപരമായിട്ട് അതിന് കുഴപ്പമൊന്നുമില്ല. അലി റളിയല്ലാഹുവിന്റെ മുഖത്തിന് അള്ളാഹു ചെയ്യേണ്ട ആദരവ് നൽകട്ടെ എന്നുള്ളതാണ്. വസ്സവാബു അൻ യുഖാൽ റളിയല്ലാഹു അൻ എന്ന് പറയലാണ് എന്ത് ശരി. ഫഹി അബ്ലഗു വഔല, അതാണ് ഏറ്റവും മികച്ചത്, ഏറ്റവും മികവാർന്നതും ഏറ്റവും നല്ലതും എന്താണ്? റളിയല്ലാഹു അൻഹു എന്ന് പറയലാണ്. കാരണം لأن الله تعالى اختار ذلك عند ذكر الصحابة رضي الله عنهم في كتابه, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബികളെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹു പറഞ്ഞതാണ് റളിയല്ലാഹു അൻഹു വറളു അൻഹു,
അള്ളാഹ് തിരഞ്ഞെടുത്തു കൊടുത്തത് അതാണ് എന്നുള്ളതിനാണ്. ഖാല ഇബ്നു കസീർ റഹിമഹുല്ലാ, ഇബ്നു കസീർ റഹിമഹുല്ലാ പറഞ്ഞു, വഖദ് ഗലബ ഹാദാ ഫീ ഇബാറത്തിൻ കസീരിൻ മിനൻ നുസാഖി ലിൽ കുതുബ്. ധാരാളം ഗ്രന്ഥങ്ങളുടെ അതിനെ കോപ്പി എഴുതുന്ന ആളുകളുടെ ഇബാറാത്തുകളിൽ ഇതെന്ത് ചെയ്തിട്ടുണ്ട്, മികച്ചു വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രയോഗം, അൻ യുഫറദ അലിയ്യു റളിയല്ലാഹു അൻഹു അൻ യുഖാൽ അലൈഹിസ്സലാം. എന്ത്, അലി റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറയും അവിടെ മാത്രം എന്ത് പറയും, അലൈഹിസ്സലാം എന്ന് പറയും. നമ്മുടെ നാടുകളിലും അങ്ങനെ കാണാം, ഇമാം അലി എന്ന് പറയും ചില ആളുകൾ. ഇത് ഷിയകളാണ് സാധാരണ അങ്ങനെ ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മുടെ നാടുകളിൽ സുന്നികളിൽപ്പെട്ട ആളുകളും എന്ത് ചെയ്യുന്നു, അലി റളിയല്ലാഹു അൻഹുവിന്റെ പേര് മാത്രം കേൾക്കുമ്പോൾ ഇമാം അലി എന്ന് പറയുന്നു, ബാക്കിയുള്ളവരുടെ പേര് കേൾക്കുമ്പോൾ എന്തില്ല, അതിന് പ്രത്യേകമായിട്ട് അലി റളിയല്ലാഹു അൻഹു മാത്രം എന്ത് ചെയ്യുന്നു, ഇമാം അലി എന്നും അലൈഹിസ്സലാം എന്നുമെല്ലാം ഇത് ധാരാളമായി കാണുന്നു. മിൻ ദൂനി സായിരി സഹാബ, മറ്റുള്ള സഹാബകൾക്കൊന്നും നീന്നില്ല അങ്ങനെ പറയാതെ ഇങ്ങനെ ചെയ്യുന്നത് ധാരാളം ഗ്രന്ഥങ്ങളുടെ കോപ്പികളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അതിക്രമിച്ചു വന്നിട്ടുണ്ട്, കടന്നു വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഔ കറമല്ലാഹു വജ്ഹ എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയുടെ വാക്കാണ്. വഹാദാ വഇൻ കാന മഅനാഹു സഹീഹൻ, ഇതിന്റെ അർത്ഥം ശരി തന്നെയാണ് എങ്കിലും ലാകിൻ യംബഗി അൻ യുസാവാ ബൈന സ്വഹാബത്തി ഫീ ദാലിക്, ഇവിടെ അലി റളിയല്ലാഹു അൻഹുവിനെ മറ്റുള്ള സ്വഹാബികളുമായി ഈ വിഷയത്തിൽ തുല്യപ്പെടുത്തുക എന്നുള്ളത് എന്താണ്, അനിവാര്യമാണ്. ഫഇന്ന ഹാദാ മിൻ ബാബി തഅദീം വത്തക്രീം, അതാണ് ബഹുമാനത്തിന്റെയും ആദരവിന്റെയും ഭാഗം. ഫശൈഖാനി വ അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഔലാ ബിദാലിക മിൻഹു റളിയല്ലാഹു അൻഹും അജ്മഈൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അവരാണ് അമീറുൽ മുഅ്മിനീങ്ങൾ, ഷെയ്ഖാനിമാർ സ്വഹാബികളിലെ. അതേപോലെ തന്നെ അമീർ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അവർ ഇതിനേക്കാളും എന്താണ്, ഈ പ്രയോഗത്തിന് അർഹതപ്പെട്ടവരാണ്. പക്ഷെ അവരെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇത് പറയുന്നില്ല. അപ്പോൾ അവരുടെ അതേ ദറജയിൽ തന്നെ എന്ത് ചെയ്യുക, റളിയല്ലാഹു അൻഹു എന്ന് പറയുക എന്നുള്ളതാണ് എന്ത്, ഏറ്റവും ഉത്തമമായ കാര്യം. അതിന് വിപരീതമായി കൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ മാത്രം കറമല്ലാഹു വജ്ഹഹു എന്നോ അല്ലെങ്കിൽ അലൈഹിസ്സലാം എന്നോ ചേർക്കുക എന്നുള്ളത് എന്തല്ല, ശരിയായ നിലപാടല്ല എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യുന്ന തൗഫീഖ് നൽകട്ടെ. ഇതാണ് 22ാമത്തെ ചോദ്യം.